ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡിജിറ്റൽ ഏജ് ലേണർ. എന്താണ് ഈ ഡിജിറ്റൽ ഏജ് എന്ന് പറയുന്നത്? വി ഓൾ ലിവ് ഇൻ ദ ഇൻഫർമേഷൻ ഏജ്, അതർവൈസ് നോൺ ആസ് ഡിജിറ്റൽ ഏജ്. നമ്മളെല്ലാവരും ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടം തന്നെയാണ് അറിവുകളുടെ ആ ഒരു കാലഘട്ടം, ഏജ് എന്ന് പറയുന്നത്. ആൻഡ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഏജിലാണ് എല്ലാവരും ഇപ്പോൾ ഉള്ളത്, അല്ലേ? അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഈ ഡിജിറ്റൽ ലേണേഴ്സ് എന്ന് പറയുന്നത്, കാരണം ഇവിടെ നമുക്ക് ഇൻഫർമേഷൻ റെഡിലി അവൈലബിൾ ആൻഡ് ഫ്രീ. ഇവിടുത്തെ പ്രത്യേകത എന്താ? ഏതൊരു ഇൻഫർമേഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്ന് അവൈലബിൾ ആണ്, അതും വളരെ ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. സോ അപ്പോൾ ഇവിടെ അത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ള കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു കൊണ്ട് പോകുന്നത്. ഡിജിറ്റൽ ലേണേഴ്സിനെ പറയുന്ന പേരാണ് നെറ്റ് ജനറേഷൻ. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഡിജിറ്റൽ വേൾഡിൽ ലേൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ലേണേഴ്സിനെ തന്നെ നമ്മൾ ഇതുപോലെ നെറ്റ് ജനറേഷൻ എന്നാണ് പറയുന്നത്. കാരണം ഇവരെല്ലാം ടെക്നോളജി സാവി സ്റ്റുഡൻസ് ആണ്, ഹാസ് ഗ്രോൺ അപ്പ് ഇമേഴ്സ്ഡ് ഇൻ ടെക്നോളജി. അവർ അത്രമാത്രം ടെക്നോളജി ആയിട്ട് ഇഴുകിച്ചേർന്ന് തന്നെ അവരുടെ പാഠ്യേതര പഠന പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഈ ഒരു ഡിജിറ്റൽ വേൾഡിൽ. സോ ഡിജിറ്റൽ ലേണിംഗ് എന്ന് പറയുന്നത് എനി ടൈപ്പ് ഓഫ് ലേണിംഗ് ദാറ്റ് ഈസ് അക്കംപനീഡ് ബൈ ടെക്നോളജി ഓർ ബൈ ഇൻസ്ട്രക്ഷണൽ പ്രാക്ടീസ് ദാറ്റ് മേക്സ് ഇഫക്റ്റീവ് യൂസ് ഓഫ് ടെക്നോളജി. അപ്പോൾ എന്താണ് ഡിജിറ്റൽ ലേണിംഗ് എന്ന് പറയുന്നത്? ഇവിടെ നമ്മൾ ലേൺ ചെയ്യുന്നുണ്ട്. ആ ലേൺ ചെയ്യുന്നതിനൊപ്പം അക്കംപനി ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഒപ്പം ടെക്നോളജിയാണ്, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷണൽ പ്രാക്ടീസ്. അത് ഇഫക്റ്റീവ് ആവുന്നതും ആ ഒരു ഇൻസ്ട്രക്ഷണൽ പ്രാക്ടീസ് ഇഫക്റ്റീവ് ആവുന്നത് ഏതിലൂടെയാണ്? ടെക്നോളജിയിലൂടെയാണ്. അതിനെയാണ് ഡിജിറ്റൽ ലേണിംഗ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്കിൽ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഏജ് ലേണേഴ്സ് മസ്റ്റ് നീഡ് ഡിജിറ്റൽ ലിറ്ററസി. ഇങ്ങനെയൊക്കെ ഡിജിറ്റൽ ലേണിംഗ് ഉണ്ടാവണമെങ്കിൽ അത് ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ആളുകൾ എന്തായാലും അതിനെക്കുറിച്ചുള്ള കഴിവ് നേടിയിരിക്കണം, അല്ലെങ്കിൽ ഒരു സ്കില്ല്, ഒരു ലിറ്ററസി, അതിലൊരു സാക്ഷരത നേടിയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. സോ ഡിജിറ്റൽ ഫ്ലുവൻസി ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഡിജിറ്റൽ ലേണേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്? ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ബിസിയാണ്. ഫോളോയിങ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ്. ഈ ഡിജിറ്റൽ ലേണേഴ്സ് ആരായിരിക്കും? വളരെ ബിസിയാണ്. ടുഡേ ലേണേഴ്സ് ആർ ബിസി സിൻസ് മെനി ലേണേഴ്സ് ഓൾസോ എംപ്ലോയീസ് ഹു ഫേസ് ഇൻക്രീസിങ് pressure within the workplace due to increased workloads and longer working hours. എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും ബിസി ആയിട്ട് മാറാനുള്ള കാരണം എന്ന് പറയുന്നത്? ഈ ഡിജിറ്റൽ ലേണേഴ്സ് നമുക്കറിയാലോ, രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് എണീറ്റ് കഴിച്ച് പുസ്തകങ്ങളുമായിട്ട് പഠിക്കാൻ പോയി തിരിച്ചു വരുന്ന ആ ഒരു സിറ്റുവേഷൻ ഇല്ലാത്ത ആളുകൾക്കാണ് ഇത് ഹെൽപ്ഫുൾ ആവുന്നത്, ഡിജിറ്റൽ ലേണേഴ്സായി മാറുന്നത്, അല്ലെങ്കിൽ ഈ ടെക്നോളജി ഹെൽപ്ഫുൾ ആവുന്നെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രത്യേകത, അവർ ഓൾറെഡി ജോലി ചെയ്യുന്ന ആളുകളാണ്, എംപ്ലോയീസ് ആണ്. അവർക്ക് ഭയങ്കര വർക്ക് പ്ലേസ് പ്രഷർ ഫേസ് ചെയ്യുന്നുണ്ട്, വർക്ക് ലോഡ് കൂടുതലാണ്, വലിയൊരു വൻതോതിൽ വർക്കിംഗ് അവേഴ്സ് അവർക്ക് വരുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം പഠിക്കാനുള്ള സമയം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. സോ ഡിജിറ്റൽ ലേണേഴ്സ് എന്താ ചെയ്യുന്നത്? അവർ ഇങ്ങനെയുള്ള ഇവരുടെ കോഴ്സിനെ സ്പ്ലിറ്റപ്പ് ചെയ്യും. നമുക്ക് പറ്റുന്ന മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈസിലേക്ക് അതിനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു 30 മിനിറ്റ്സ് എ ഡേ, അറ്റ്ലീസ്റ്റ് ഒരു ദിവസത്തിൽ ഒരു 30 മിനിറ്റെങ്കിലും ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ട് അതിലൂടെ അറിവ് നേടുകയാണ് ഈ ഡിജിറ്റൽ ലേണേഴ്സ് ചെയ്യുന്നത്. സോ അവർ വളരെ ബിസി ആയിരിക്കും. ഇംപേഷ്യൻ്റ് എന്താ? അവർക്ക് ഒട്ടും ക്ഷമ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഡിജിറ്റൽ ലേണേഴ്സ് വിൽ നോട്ട് ടോളറേറ്റ് കോംപ്ലക്സിറ്റി ആൻഡ് ദേ വോണ്ട് ലേണിംഗ് വിത്ത് മിനിമം ബോദറേഷൻ ആൻഡ് സിസ്റ്റം ദാറ്റ് ഈസിലി വർക്ക്സ്. അവർക്ക് ഒരുപാട് കാത്തിരുന്ന് ഇങ്ങനെ പഠിച്ചുണ്ടാക്കി എഴുതാനൊന്നുള്ളൊരു സമയമില്ല, അതിനുള്ള വർക്കുകൾ അവർക്ക് അത്രയും ഉണ്ടായിരിക്കും. അപ്പോൾ അവർ ഒരിക്കലും ടോളറേറ്റ് ചെയ്യാൻ റെഡിയല്ല കോംപ്ലക്സിറ്റി ആയിട്ട്. ആൻഡ് ദേ വോണ്ട് ലേണിംഗ് വിത്ത് മിനിമം ബോദറേഷൻ. അവർക്ക് ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ട് വേഗം ഈസി ആയിട്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്ന് മാത്രമേ അവർക്ക് ഉള്ളൂ. ദേ എക്സ്പെക്ട് എ കോഴ്സ് ദാറ്റ് ക്യാൻ ബി ഡൗൺലോഡഡ് ഫാസ്റ്റ് ഓൺ ദിയർ ലാപ്ടോപ്സ് ഓർ ഓൺ ദിയർ സ്മാർട്ട് ഫോൺസ് ഡ്യൂറിങ് ദിയർ ട്രാവലിംഗ്. അവർ എത്രത്തോളം ബിസിയാണെന്നുള്ളത് ഈ വാക്കുകൾ നമുക്കറിയാം. ആ ജോലി ചെയ്യാതെ ട്രാവൽ ചെയ്യുന്ന നേരം കൊണ്ട് തന്നെ അവർ ഈ PDF-കളൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നു, അവരുടെ സ്മാർട്ട് ഫോണിലോ ലാപ്ടോപ്പിലൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടുന്ന സമയത്ത് വേഗം അതൊന്ന് മാക്സിമം മനസ്സിലാക്കിക്കൊണ്ട് ദേ വോണ്ട് ദെയർ ലേണിംഗ് ഡെലിവേർഡ് ജസ്റ്റ് ഇൻ ടൈം ആൻഡ് ആർ ഫ്രസ്ട്രേറ്റഡ് ഇഫ് ദേ റീച്ച് ദ എൻഡ് ഓഫ് എ മൊഡ്യൂൾ വിത്ത് നോ ഡയറക്ഷൻ ഓൺ ദ നെക്സ്റ്റ് സ്റ്റെപ്സ്. പ്രത്യേകിച്ച് അടുത്ത സ്റ്റെപ്പ് എന്താ, നിങ്ങളുടെ ഡയറക്ഷൻ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്. അപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞ് പോവാം ഫാസ്റ്റായിട്ട്. അതൊരു സപ്ലിമെൻ്ററി ലേണിംഗ് കോണ്ടന്റ് മാത്രമാണ്. വൈൽ സ്ലോ ഡിജിറ്റൽ ലേണേഴ്സ് need an opportunity to ask for help quickly and easily to get them back on track. അതുകൊണ്ട് തന്നെ അവർക്കിത് ആരോടും ചോദിക്കാനോ ഡിസ്കസ് ചെയ്യാനോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും ഓൺലൈനിലൂടെ തന്നെ അവർ ക്ലിയർ ചെയ്യുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. വളരെ ഇംപേഷ്യൻ്റ് ആണ്.
ഇംപാർഷ്യൽ. ഇനി എന്താ അവിടെ യാതൊരു പക്ഷഭേദവും ഇല്ല എന്നുള്ളതാണ്. ഓഫൺ ഡിജിറ്റൽ ലേണേഴ്സ് ഡോണ്ട് കെയർ ഹൗ കണ്ടന്റ് ഈസ് ഡെലിവേർഡ്. അവരൊരിക്കലും ഈ കണ്ടന്റ് എങ്ങനെ ഡെലിവർ ചെയ്യപ്പെടുന്നു എന്നതിനെ അവർ കെയർ ചെയ്യുന്നേ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ദേ യൂസ് ഡിഫറെൻറ്റ് ഡിവൈസസ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്. അവർ പല പല സമയത്ത് പല പല ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ടാണ് അത് പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ സ്മാർട്ട് ഫോൺ ഡ്യൂറിങ് ദ ട്രാവൽ. അവർ യാത്ര ചെയ്യുമ്പം സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നു. ടാബ്ലറ്റ്സ് ഓൺ സോഫ അറ്റ് ഹോം. വീട്ടിലിരിക്കുമ്പോൾ സോഫയിലൊക്കെ ആണെന്ന് വെച്ചാൽ ടാബ്ലറ്റ്സ് യൂസ് ചെയ്യുന്നു. ലഞ്ച് ബ്രേക്കിൽ അവർ അവരുടെ ലാപ്ടോപ്പ് തുറന്നു നോക്കിയാണ് പല മാർഗങ്ങളിലൂടെയാണ് അവരിതിങ്ങനെ ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഫ്ലെക്സിബിലിറ്റി ആഗ്രഹിക്കുന്നവരാണ് പഠിക്കാൻ വേണ്ടി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൺവീനിയൻറ്റ് ടു ദം യൂസിങ് എനി ഡിവൈസ് അറ്റ് ദെയർ കംഫർട്ട്. അവരുടെ കംഫർട്ടിനനുസരിച്ചിട്ട് അവർ പല മാർഗങ്ങൾ യൂസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് സോഷ്യൽ. ബോത്ത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഡിജിറ്റൽ ലേണേഴ്സ് ആർ സോഷ്യൽ ക്രിയേറ്റേഴ്സ്. ഇവർ ഓൺലൈനിൽ പഠിച്ചാലും ഓഫ്ലൈനിൽ പഠിച്ചാലും ഇവരൊക്കെ സോഷ്യൽ ക്രിയേറ്റേഴ്സ് ആണ് അല്ലേ. ദേ ആർ പാഷനേറ്റ് യൂസേഴ്സ് ഓഫ് ഫേസ്ബുക്ക്, ട്വിറ്റർ ആൻഡ് ലിങ്ക്ഡിൻ. ഇപ്പോൾ ഇവരൊക്കെ എന്താണ് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ സമൂഹ മാധ്യമങ്ങൾ യൂസ് ചെയ്യുന്ന ആളുകളാണ്. ദേ നോ ദ പവർ ഓഫ് സോഷ്യൽ മീഡിയ, വേർഡ് ഓഫ് മൗത്ത്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് സോഷ്യൽ മീഡിയയുടെ പവർ എന്താണെന്നുള്ളത് അറിയാം. ദേ അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഓഫ് എ സ്ട്രോങ് സോഷ്യൽ ഫോളോയിങ് ആർ ദ. അപ്പോൾ അവരുടെ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന പോലും ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ, അതും ഡിജിറ്റലായിട്ട് തന്നെയാണ് എന്ന് പറയുന്ന അവരുടെ ഫീഡ്ബാക്കും അവർ ഡെലിവർ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം അതിലൂടെ തന്നെ പ്രൈസ് ദോസ് ഡീം വോത്തി. അവർക്ക് നല്ലതാ തോന്നുന്ന ആളുകളെ അവർ പ്രൈസ് ചെയ്യുന്നു. ദേ ആർ ഇൻഫോംഡ് ത്രൂ സോഷ്യൽ റെഫറൽ ഫ്രം ഫ്രണ്ട്സ്. അവരെല്ലാം അറിയുന്നത് ഇത്തരത്തിലുള്ള നടക്കുന്ന കാര്യങ്ങളെല്ലാം അവർ എല്ലാം അറിയുന്നതും അറിയിക്കപ്പെടുന്നതും എല്ലാം ഈ സോഷ്യൽ മീഡിയാസിലൂടെയാണ്. സോ ഡിജിറ്റൽ ലേണേഴ്സ് ഗ്യാദർ ഇൻഫർമേഷൻ ആൻഡ് ഫോം ഒപ്പീനിയൻ അബൌട്ട് കോഴ്സ് ത്രൂ സോഷ്യൽ മീഡിയ. ഈ പ്രവർത്തനങ്ങളെല്ലാം അവർ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. ആൻഡ് ടെക്നിക്കൽ. ഡിജിറ്റൽ ലേണേഴ്സ് ആർ ഓൾസോ ടെക്നിക്കൽ ഇൻ ദ സെൻസ് ദാറ്റ് ദേ ആർ വെൽ വേഴ്സ്ഡ് ഇൻ ദ ഇൻ്റർനെറ്റ് ആൻഡ് യൂസ് ഓഫ് ടെക്നോളജി ഇൻ ലേണിംഗ്. പിന്നെ ഈ ഒരു സാങ്കേതിക വിദ്യ അവർ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ ആയിരിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കാര്യങ്ങളെ അവർ ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗത്തിൽ അവർ അതീവ നിപുണരാണ്. ആൻഡ് യൂസ് ഓഫ് ടെക്നോളജി ഇൻ ലേണിംഗ്. എങ്ങനെ ലേൺ ചെയ്യാൻ ടെക്നോളജി യൂസ് ചെയ്യാന്നുള്ള കാര്യത്തിലൊക്കെ അറിയാം. മോഡേണൈസേഷൻ ഓഫ് ലേണിംഗ് ഇസ് എ നാച്ചുറൽ ഇവല്യൂഷൻ ആൻഡ് റിക്വയർമെൻറ്റ് ഗിവൺ എ കണ്ടിന്യൂവൽ അഡ്വാൻസ്മെൻറ്റ്സ് ഇൻ ടെക്നോളജി. ടെക്നോളജി എത്രത്തോളം അഡ്വാൻസ് ആവുന്നു അത്രത്തോളം അവർ അതിനെക്കുറിച്ചുള്ള അറിവുകൾ നേടുന്നു. ആൻഡ് കെയർ ഷുഡ് ബി ഗിവൺ ടു എൻഷുർ ദാറ്റ് കോഴ്സസ് ആർ ഓപ്പൺ ടു ഓൾ. എല്ലാ കോഴ്സുകളും എല്ലാവർക്കും വേണ്ടിയിട്ട് ഓപ്പൺ ആണോ, ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്ട്രോങ് ടെക്നിക്കൽ അട്രിബ്യൂട്ട് അലോങ് സൈഡ് ദോസ് ഹൂ മൈറ്റ് നോട്ട് ബി എക്സ്പീരിയൻസ്ഡ് ഇൻ യൂസിങ് കമ്പ്യൂട്ടേഴ്സ് ഫോർ ലേണിംഗ്. അതായത് ഇതറിയാത്ത ആളുകൾക്ക് പോലും എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ടെക്നോളജി മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ നോളജ് റിസോഴ്സ് ഓൺ ഇൻ്റർനെറ്റ്. ഈ ലേണിംഗ് ഡെവലപ്പിംഗ് എ വൈഡ്ലി യൂസ്ഡ് കോൺസെപ്റ്റ് ഇൻ ലേണിംഗ് ഇൻ ഇന്ത്യ. ടെക്നോളജി വളരെ അധികം മാറിക്കൊണ്ടിരിക്കുന്നു. ആ മാറുന്നതിനനുസരിച്ച് തന്നെ അതിൻ്റെ ഈ ലേണിങ്ങും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പല പല മാർഗങ്ങൾ യൂസ് ചെയ്യുന്നു, സമൂഹ മാധ്യമങ്ങൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് അവിടെ നോളജ് റിസോഴ്സ്. എത്രത്തോളം അറിവ് ശേഖരിക്കാൻ പറ്റും നമുക്ക് ഇൻ്റർനെറ്റിലൂടെ എന്നുള്ളതാണ്. അപ്പോൾ ഈ ലേണിംഗ് ആക്ടിവിറ്റി ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതും ഭയങ്കര ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ, ഡെലിവറി മെത്തേഡ്സ് ആൻഡ് ടെക്നോളജി. അത് ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇൻട്രാക്റ്റീവ് ടെലിവിഷൻ, സാറ്റലൈറ്റ് ബ്രോഡ്കാസ്റ്റ്, വെബ് ബേസ്ഡ് ആയിട്ടുള്ള കോൺഫറൻസിങ്, ഇ ബുക്സ്, വെർച്വൽ ക്ലാസ് റൂം ഗ്രൂപ്പ്സ്, കൊളാബറേറ്റീവ് സോഫ്റ്റ്വെയർ, CD-ROM, DVD, ഓഡിയോ, വീഡിയോ ടേപ്പ്, ഇതെല്ലാം അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഫോളോയിങ് ആർ ദ മേജർ നോളജ് റിസോഴ്സസ് ഓൺ ഇൻ്റർനെറ്റ് യൂസ്ഡ് ഇൻ ഇ ലേണിംഗ്. ഇൻ്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഈ ലേണിങ്ങിൽ ഉപയോഗിക്കുന്ന മേജർ ആയിട്ടുള്ള റിസോഴ്സുകളെ കുറിച്ചാണ് ഇനി നെക്സ്റ്റ് ഒരു ടോപ്പിക്കിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് അതിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ അറിവ് നേടുന്നത് എന്നുള്ളത് നോക്കാം. അതിൽ ഒന്നാമത്തെ പോയിൻ്റാണ് ഇ ബുക്ക് എന്ന് പറയുന്നത്. എന്താണ് ഇ ബുക്ക് എന്ന് പറഞ്ഞാൽ? ഇലക്ട്രോണിക് ബുക്കാണ്. ഇലക്ട്രോണിക് ബുക്ക് പബ്ലിഷ്ഡ് ഇൻ ഇലക്ട്രോണിക് ഫോർമാറ്റ്. ഇത്തരത്തിലുള്ള ബുക്കുകൾ എങ്ങനെ പബ്ലിഷ് ചെയ്യുന്നു? ഇലക്ട്രോണിക് ഫോർമാറ്റിൽ തന്നെയാണത് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. സോ ഇലക്ട്രോണിക് വേർഷൻ ആണ്. ഒരു ട്രഡീഷണൽ പ്രിന്റ് ബുക്ക് എങ്ങനെ ഇരിക്കുമോ, നമ്മളിപ്പോൾ ഈ ഒരു ബുക്ക് എങ്ങനെയാണോ ഇതിൻ്റെ ഒരു ഇലക്ട്രോണിക് വേർഷനാണ് ഈ ബുക്ക് ആയിട്ടുണ്ടാവുക. ഇറ്റ് ക്യാൻ ബി റീഡ് യൂസിങ് എ പേഴ്സണൽ കമ്പ്യൂട്ടർ ഓർ ബൈ യൂസിങ് എ ഇ ബുക്ക് റീഡർ. അതൊരു ഇ ബുക്ക് റീഡർ ആണെങ്കിൽ അവർക്ക് ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒരു ബുക്ക് ഇൻ്റർനെറ്റിലും ലഭ്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും കമ്പ്യൂട്ടറിൽ. സജസ്റ്റ് മൈക്രോസോഫ്റ്റിൻ്റെ ഫ്രീ റീഡർ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ബുക്ക് സൈസ്ഡ് കമ്പ്യൂട്ടർ ദാറ്റ് ഈസ് യൂസ്ഡ്. അത് വായിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ആൻഡ് കമ്പ്യൂട്ടറിൽ അത് വായിക്കാം, സ്മാർട്ട് ഫോണിൽ, ടാബ്ലറ്റിലൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ എന്താണ് ഈ ബുക്ക്? ഈ ബുക്ക് ക്യാൻ ബി പബ്ലിഷ്ഡ് ഇൻ ഡിഫറെൻറ്റ് ഫയൽ ഫോർമാറ്റ്. പല ഫയൽ ഫോർമാറ്റിൽ ചെയ്യാം. ഫോർ എക്സാമ്പിൾ
പ്ലെയിൻ ടെക്സ്റ്റ് PDF, റിച്ച് ടെക്സ്റ്റ് ഫോർമാറ്റേഴ്സ്, ഇമേജ് ഫയൽസ്, അങ്ങനെ പല തരത്തിൽ ഈ ബുക്ക് നമുക്ക് പബ്ലിഷ് ചെയ്യാമെന്നാണ് പറയുന്നത്. അധികം ബുക്കുകളും നോർമലി PDF ഫയലായിട്ടാണ് നമുക്ക് വായിക്കാൻ സാധിക്കുക എന്നാണ് പറയുന്നത്. ഒരു കയ്യിൽ കിട്ടുന്ന ഒരു ബുക്ക് എങ്ങനെയാണോ അതിൻ്റെ എല്ലാം അതേപോലെ തന്നെ നമുക്ക് ഒരു ഇലക്ട്രോണിക് മീഡിയ വഴി ഇൻ്റർനെറ്റ് സഹായത്തോടെ അതിൽ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറയുന്നത് കറൻ്റ്ലി 3 ways ടു റീഡ് ഇ ബുക്സ്. ഇപ്പം നമുക്ക് 3 മാർഗങ്ങളിലൂടെയാണ് ഇത് പറ്റുന്നത്. ഒന്ന് 3 ways to read e-books. പോർട്ടബിൾ ഇ ബുക്ക് റീഡിംഗ് ഡിവൈസസ്. വളരെ സ്മോൾ ഹാൻഡ് ഹെൽഡ് കമ്പ്യൂട്ടേഴ്സ് ആണത്. സാധാരണ ഓർഡിനറി ബുക്ക് എങ്ങനെയാണോ അതേപോലെ തന്നെ ആയിരിക്കും. അതിൻ്റെ സൈസ് ഓഫ് പേപ്പർ ബാക്ക്, റൺ ഓൺ ബാറ്ററി പവർ, ഹാവ് എ ബോൾ ലിറ്റ് സ്ക്രീൻ ഒക്കെ, ബാക്ക് ലിറ്റ് സ്ക്രീൻ ഒക്കെ ഉണ്ടായിരിക്കും. ദേ ഡിസ്പ്ലേ ടെക്സ്റ്റ് വിച്ച് ഹാവ് ബീൻ ഡൗൺലോഡഡ് ഫ്രം എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്തതെല്ലാം അതിൻ്റെ ഒരു ടെക്സ്റ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യും. ആൻഡ് അലോ ദ റീഡർ ടു സെർച്ച് ഫോർ കീവേഡ്സ് വേണമെങ്കിലോ നോട്ട് ആഡ് ചെയ്യണമെങ്കിലോ ഹൈപ്പർ ലിങ്ക് ചെയ്യണമെങ്കിലോ ഒക്കെ നമുക്കത് സാധിക്കുന്നതാണ്. പിന്നെ പേഴ്സണൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മാക് യൂസിങ് സ്പെഷ്യൽ സോഫ്റ്റ്വെയർ ആണ്. 2 ഫ്രീ സോഫ്റ്റ്വെയർ പാക്കേജസ് അതിന് വേണ്ടിയിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യാം ഇൻ്റർനെറ്റിൽ നിന്ന്. അഡോബ് അക്രോബാറ്റ് റീഡറും മൈക്രോസോഫ്റ്റ് റീഡറും, ഇത് രണ്ടുമാണ് ഇപ്പോൾ ഈ ബുക്സിന് വേണ്ടിയിട്ട് നമ്മൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന 3 കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ എന്താണ് അപ്പോൾ ഈ ബുക്കിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? പ്രധാനമായിട്ടും ടാഞ്ചിബിൾ ആണ്. ടാഞ്ചിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു ബുക്ക് എങ്ങനെ കൈകൊണ്ട് നടക്കുന്നോ അതെല്ലാം നമുക്ക് ഇവിടെ ഉണ്ട്. ഒരു ബുക്കിൻ്റെ കപ്പാസിറ്റി, അതിൻ്റെ ഇൻഫർമേഷൻ എങ്ങനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ള കപ്പാസിറ്റി, അത് ഫിസിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് സച്ച് ആസ് സൈസ് ആൻഡ് ഫോർമാറ്റ്. ഇത്ര സൈസിൽ ഇത്ര ഫോർമാറ്റിൽ. ഈ ടെക്സ്റ്റ് എപ്പോഴും എന്താണ്, ഇൻടാഞ്ചിബിൾ ആണ്. ഹവവർ ഇറ്റ് ഈസ് ഇൻടാഞ്ചിബിൾ different ways but still possess physicality and that should be considered in their analysis. അപ്പോൾ ഒരു ടാഞ്ചിബിലിറ്റി ഉണ്ടായിരിക്കുന്നുള്ളതിനെയാണ് ഈ ബുക്കിൻ്റെ പ്രത്യേകത. പിന്നെ ബ്രൗസബിലിറ്റി എന്താ വെച്ചാൽ റാൻഡമായിട്ട് ആക്സസ് ചെയ്യാം. നമുക്കൊരു ഫിസിക്കൽ മീൻസ് സച്ച് ആസ് ഫ്ലിപ്പിംഗ് പേജസ് ടു മൂവ് വിതിൻ ദ ടെക്സ്റ്റ്. ഏത് പേജിലേക്ക് മാറണമെങ്കിലും നമ്മൾ ബ്രൗസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ബ്രൗസബിലിറ്റി ഉണ്ട് ഈ ബുക്കിന് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. ആ ഒരു ഫീച്ചർ ആംപ്ലിഫൈ ചെയ്യുക ഡിജിറ്റൽ ടെക്സ്റ്റ് ബൈ സ്പീഡ്, സ്കെയില്, ബ്രൗസിങ് ടൂൾസ് അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കത് ബ്രൗസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. പിന്നെ സെർച്ചബിലിറ്റി, നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സെർച്ചബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇൻ ഓൾ ടെക്സ്റ്റ് ത്രൂ ഓപ്റ്റിക്കൽ സ്കാൻ ചെയ്തുകൊണ്ട്. ഇത് എന്തിനു വേണ്ട, പ്രിന്റ് റെഫറൻസ് വർക്ക്സ് ലൈക്ക് ഡിക്ഷണറി പോലുള്ള കാര്യങ്ങൾക്ക്, വിഷ്വൽ ഫോർമാറ്റിങ്ങിന്, ആൽഫബറ്റൈസേഷനിൽ, അങ്ങനെയുള്ള മെഷീൻ റീഡബിൾ ആയിട്ടുള്ള ഡിജിറ്റൽ ടെക്സ്റ്റ് ബുക്കൊക്കെ നമുക്കിവിടെ റിട്രീവ് ചെയ്തെടുക്കാനും അതിനൊക്കെ സാധിക്കുന്നുണ്ട്. ആവശ്യമുള്ള സമയത്ത് റെഫറൻസ് ചെയ്യുക, റെഫറൻസബിലിറ്റി ഉണ്ട് ഇതിനുള്ളത്. റെഫറൻസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എപ്പം നമുക്ക് ആവശ്യമുണ്ടോ അതിനെക്കുറിച്ച് നമുക്ക് തീവ്രമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇതിലുണ്ടായിരിക്കും. അതായത് URL കമ്പൈൻ ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഹൈബ്രിഡിറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. പല ഡിസ്കോഴ്സുകൾ, ഫീൽഡ്, സോഴ്സ്, ടെക്സ്റ്റൽ ഫോർമേഷൻസ്, ലിറ്ററസി കളക്ഷൻസ്, ആന്തോളജി, അങ്ങനെ എല്ലാം കലർന്നിട്ടുള്ളൊരു മെത്തേഡാണ് ഈ ബുക്കിൽ വരുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൈറ്റ് ഇൻക്ലൂഡ് ഡിവേഴ്സ് പോയിംസ് ഓഫ് വേരിയസ് ഫോംസ്, പലതരത്തിലുള്ള ഫോമുകളിലെ പോയിംസ്, പ്രോസ്, ഫിക്ഷൻസ്, നോൺ ഫിക്ഷൻസ്, ഡ്രാമ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ ഇലക്ട്രോണിക് ഫോമിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. ഇനി ഈ ഒരു ഇ ബുക്ക് ഇങ്ങനെ ആണെങ്കിൽ ഇതിനൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോ അപ്ഡേറ്റ് കോസ്റ്റ്. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് താരതമ്യേന വളരെ കുറവായിരിക്കും. അതിൻ്റെ മൾട്ടിമീഡിയ ഫോർമാറ്റിലാണ് നമുക്ക് ഇതെല്ലാം ലഭ്യമാവുന്നത്. എപ്പോൾ വേണമെങ്കിൽ നമുക്കിത് സെർച്ച് ചെയ്യുക എന്നുള്ളതാണ് പ്രത്യേകത. വളരെ കൺവീനിയൻ്റ് ആണ്, നമുക്ക് എവിടെ വേണമെങ്കിലും അവൈലബിൾ ആണ്. അതേപോലെ ഡൗൺലോഡ് ചെയ്യാൻ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻസ്റ്റൻറ്റീനിയസ്ലി ആയിട്ട് തന്നെ അത് ഡെലിവർ ചെയ്യാൻ പറ്റും. ആൻഡ് പോർട്ടബിൾ ആണ്. നമ്പർ ഓഫ് ബുക്സ് ക്യാൻ ബി ക്യാരിഡ് ഓൺ 1 ഡിവൈസ്. നമുക്ക് എത്ര ബുക്സ് വേണമെങ്കിൽ ഒരൊറ്റ ഡിവൈസിൽ തന്നെ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാം. അപ്പോൾ നല്ല ട്രാവലേഴ്സിനൊക്കെ നല്ലതാണ് എന്നുള്ളതാണ് പ്രത്യേകത. എന്നാൽ അതൊരു വെയിറ്റ് ഉണ്ടാവില്ല. നമ്മൾ ഒരുപാട് ഒരു 10-20 ബുക്ക് ഏറ്റിപ്പിടിച്ച് നടക്കുന്ന പോലെ ഒരു വെയിറ്റ് ഒന്നും നമുക്കൊരു ഇൻ്റർനെറ്റോ അല്ലെങ്കിൽ പേഴ്സണൽ കമ്പ്യൂട്ടറോ ഉണ്ടെങ്കിൽ, ലാപ്പോ ഉണ്ടെങ്കിൽ അതിൽ എത്ര വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു വെയിറ്റ് അവിടെ ഫീൽ ചെയ്യില്ല. പിന്നെ എടുത്ത് സൂക്ഷിച്ച് കഴിയുമ്പോൾ 10 ബുക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ ഷെൽഫ് അത് നിറഞ്ഞ് നിൽക്കൂലേ, അതേപോലെ അങ്ങനെ ആ ഒരു സ്പേസിൻ്റെ പ്രശ്നമൊന്നും ഇതിൽ വരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഈ ബുക്കിൻ്റെ കേസിൽ സ്റ്റോർ ചെയ്യാനുള്ള പ്രോബ്ലംസോ അങ്ങനെ ലൈബ്രറിയോ റൂം ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ട അവസ്ഥയൊന്നും വരുന്നില്ല. ഇനി ആവശ്യമുള്ള പക്ഷം നമുക്കത് പ്രിൻ്റ് എടുക്കാം. ഈ ബുക്സ് ഗോസ് ഔട്ട് ഓഫ് പ്രിൻ്റ് ഓൺ ഡിമാൻഡ്. വേണമെങ്കിൽ നമുക്ക് പ്രിൻ്റ് എടുക്കാമെന്ന് മാത്രം. ഇൻട്രാക്ടിവിറ്റി ഉണ്ടായിരിക്കും. റീഡേഴ്സ് കൻ ഓൾസോ ടേക്ക് നോട്ട്സ്.
നമുക്ക് അതിൽ നിന്ന് തന്നെ നോട്ടുകൾ പ്രിപ്പയർ ചെയ്യാം, അണ്ടർലൈൻ ചെയ്യാം, ബുക്ക് മാർക്ക് ചെയ്യാം, സെർച്ച് ചെയ്യാം. എക്സ്ട്രാ ഇൻഫർമേഷൻസ് ഹൈപ്പർ ലിങ്ക്സ് വഴി നമുക്ക് കൂടുതൽ കളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ പേഴ്സണലൈസേഷൻ ഉണ്ടായിരിക്കും. ഈ ബുക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബാക്ക് ലൈറ്റിംഗ് ആൻഡ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഓഫ് ഫോണ്ട് സൈസ്. അതായത് അതിലെഴുതിയ അക്ഷരങ്ങളുടെ വലിപ്പങ്ങൾ ആർക്കാണോ നമുക്ക് വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള കാഴ്ച പരിമിതിയുള്ള ആളുകൾക്കും കൂടി അഡ്ജസ്റ്റബിൾ ആയ രീതിയിലാണത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. അവർക്കും കൂടി അത് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബുക്സുകൾ അവൈലബിൾ ആണ്. ആഡ് ഓൺസ് ഉണ്ടായിരിക്കും. പലതിനും സെർച്ചബിൾ ടെക്സ്റ്റ് ഡിക്ഷണറി ആൻഡ് അതർ ഫീച്ചേഴ്സ് ഒക്കെ അതിൻ്റെ ഒപ്പം ആഡ് ഓൺ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഷിപ്പിംഗ് കോസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. കാരണം ഈ ഒരു ഫോമിൽ ഇലക്ട്രോണിക് ഫയൽസ് ആയതുകൊണ്ട് സിംപ്ലി നമുക്ക് ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി വെബ്സൈറ്റിൽ നിന്ന്. അല്ലാണ്ട് അത് ഷിപ്പോ ഫിസിക്കൽ പ്രൊഡക്റ്റോ ആൻഡ് വെയിറ്റ് ചെയ്യണോ അത് കിട്ടാൻ വേണ്ടി ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും അവിടെ വരുന്നില്ല. എൻവയോൺമെൻ്റലി അത് ഫ്രണ്ട്ലി ആണ്. കാരണം പേപ്പർ ഫ്രീ ബുക്സ് സേവ് ട്രീസ് എന്നുള്ളതാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഒരുപാട് പേപ്പറോ ഒന്നും ആവശ്യം വരുന്നില്ല. സാധാരണ മരം വെട്ടി അതിൻ്റെ പൾപ്പിൽ നിന്നാണ് പേപ്പർ ഉണ്ടാകുക. അപ്പം അതുവഴി നമുക്ക് മരങ്ങളെ സംരക്ഷിക്കാൻ കൂടി പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി എന്താണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? മറ്റ് ഫിസിക്കലി ഉള്ള ബുക്കിൻ്റെ പോലെ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് റീഡ് ചെയ്യുക എന്നുള്ളത് അത്ര സുഖമുള്ളൊരു കാര്യമല്ല എന്നാണ് പറയുക. കാരണം ഈ ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിലാണല്ലോ ഒരുപാട് നേരം ബുക്ക് വായിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്ക്രീൻ നോക്കിയിരിക്കേണ്ട അവസ്ഥ. അങ്ങനെ വരുന്ന സമയത്തൊക്കെ നമ്മുടെ വെയിറ്റ് കൂടുന്നതും ഒരേ സമയം ഒരേ സ്ഥലത്ത് ഇരുന്ന് അത് വായിക്കുമ്പോഴുള്ള മസിൽ സ്ട്രെയിനും ബാക്ക് പെയിനും അങ്ങനെയുള്ള കൊളസ്ട്രോൾ ലെവലൊക്കെ ഇൻക്രീസ് ചെയ്യാനും അങ്ങനെയുള്ള കുറച്ച് ഹെൽത്ത് കണ്ടീഷൻ ഇഷ്യൂസൊക്കെ അവിടെ വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ എപ്പോഴും പ്രിഫർ പ്രിൻറ്റഡ് ടെക്സ്റ്റ്. ഈ ഒരു ഓഫ് സ്ക്രീൻ റീഡ് എന്ന് പറയുന്നത് പെയിൻഫുൾ ആണ്. സം പീപ്പിൾ പ്രിഫർ ടു റീഡ് ടെക്സ്റ്റ് ഓൺ പേപ്പർ. ചിലർക്ക് ബുക്കുകളായിട്ട് തന്നെ വായിക്കാനായിരിക്കും ഇഷ്ടമുണ്ടാവുക. അത് ഈ ബുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താലും അധിക പേരും അത് പ്രിൻ്റ് എടുത്തിട്ട് യൂസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ക്വൈറ്റ് ലോങ്, അതായത് ഈ ബുക്ക് തന്നെ കുറച്ച് വലുതാണെങ്കിലും പ്രിൻറ്റിങ് കോസ്റ്റ് വിൽ ബി ഷോൾഡേർഡ് ബൈ റീഡേഴ്സ്. കുറച്ചും കൂടിയിട്ട് അത് പ്രിൻ്റ് ചെയ്തെടുക്കാനുള്ള കോസ്റ്റ് റീഡേഴ്സ് വഹിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. പൈറസി ഉണ്ടാവാനുള്ള ചാൻസ്. പ്രിൻറ്റഡ് ബുക്ക് വേൾഡിലെ പീപ്പിൾസ് ഹു വാണ്ട് ടു ഷെയർ എ ബുക്ക് വിത്ത് ഫോട്ടോ കോപ്പി ഇറ്റ്, അല്ലേ? നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഫോട്ടോ കോപ്പി എടുത്തിട്ടാണ് ദെൻ സെൻഡ് ടു ദ അവരുടെ ഫ്രണ്ട്സിനും ഒക്കെ ഉണ്ടാവും. ഈ ബുക്സ് ആണെങ്കിലോ ഫയൽ ക്യാൻ ബി ഈസിലി ഇമെയിൽ ടു സം വൺ ലിവിങ് തൗസൻഡ്സ് ഓഫ്. എപ്പോഴും ഇരിക്കുന്ന ആളുകൾക്ക് നമുക്ക് എന്ത് വേണം, ഏത് നേരത്തും എപ്പോൾ വേണമെങ്കിലും അവർക്കത് സെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഈസി ഇതിലുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, ഇറ്റ് ക്യാൻ ബി പ്ലേസ്ഡ് ഇൻ എ പബ്ലിക് സെർവർ ഫോർ എനിവൺ ടു ഡൗൺലോഡ്. ഏതൊരാൾക്കും അത് ഡൗൺലോഡ് എടുക്കാനുള്ളൊരു അവസ്ഥയിലേക്ക് മാറുകയാണ്. കോസ്റ്റ്ലി ആണ്. ഇതിന് ചില ബുക്സ് എന്ന് പറയുമ്പോൾ ഫ്രീ സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ഉണ്ട്. പലരും കൊമേഴ്ഷ്യൽ ഡിവൈസസ് ഒക്കെ കോസ്റ്റ് മണി ടു യൂസ് എന്നുള്ള ലെവലിലാണ് ഉപയോഗിക്കുന്നത്. ചില ഈ ബുക്സൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഫ്രീ ആയിട്ട്, ചിലവ് കുറഞ്ഞുകൊണ്ട്. ചിലതൊക്കെ നല്ല വിലകളുണ്ടാവും, എസ്പെഷ്യലി ബെസ്റ്റ് സെല്ലേഴ്സിൻ്റെ ബുക്കിനൊക്കെ. സിമിലർ ടു ദോസ് ഹാർഡ് കവർ ബുക്സ് ആൻഡ് സംടൈംസ് ഹയർ. ചിലപ്പോൾ അത് കൂടുതൽ തന്നെ ആയിരിക്കാം. ആൻഡ് നോട്ട് കമ്പാഷബിൾ വിത്ത് ദ കമ്പ്യൂട്ടർ ഡിവൈസ്. ചില സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിക്കുന്നതുമായിട്ട് യോജിച്ച് പോകണമെന്നില്ല, നമ്മുടെ കമ്പ്യൂട്ടർ ഡിവൈസുമായിട്ട് കമ്പാഷബിൾ ആവില്ല. അപ്പോൾ എല്ലാം നമുക്ക് ആ PDA വഴിയൊന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള സംവിധാനം ഉണ്ടായിക്കൊള്ളുന്നില്ല. പിന്നെ കുറച്ച് റിസ്ക് അവിടെ ഉണ്ടായിരിക്കും. എനി പ്രോഗ്രാം ദാറ്റ് ഈസ് ഓൺ എ കമ്പ്യൂട്ടർ ക്യാൻ ബി കണക്റ്റഡ് ടു ദ ഇൻ്റർനെറ്റ് ക്യാൻ ബി റിസ്കി ടു കമ്പ്യൂട്ടർ ഓർ ഡിവൈസ് ബൈ ക്രിയേറ്റിംഗ് വൾനറബിലിറ്റീസ് ഫോർ അറ്റാക്കേഴ്സ് ഓർ ടു എക്സ്പ്ലോയിറ്റ്. ഇപ്പോൾ വെബ്സൈറ്റുകൾ ചിലത് നമുക്ക് വെബ്സൈറ്റ് അറ്റാക്കുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ബഗ് ചെയ്യാനുള്ള സാധ്യതകൾ ആൻഡ് എന്തെങ്കിലും എറേഴ്സ് വൾനറബിലിറ്റി ഒക്കെ അക്രോബാറ്റ് ഈ ബുക്ക് റീഡറിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മറ്റുള്ള പ്രോഗ്രാമിനെ പോലെ തന്നെ ഇതിനൊക്കെ സെക്യൂരിറ്റി പാച്ചസ് അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊട്ടക്ഷൻ, അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ശ്രദ്ധിക്കണം. നോട്ട് ഓൾ ബുക്ക് ഫോർമാറ്റ്സ് ആർ കമ്പാഷബിൾ വിത്ത് ദ റീഡർ. എല്ലാ ബുക്കിൻ്റെ ഫോർമാറ്റും നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഈ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ റീഡറുമായിട്ട് കമ്പാഷബിൾ ആയിട്ട് പോയിക്കൊള്ളുന്നില്ല. എവരി ഈ ബുക്ക് റീഡർ വിൽ അലൗ ഡിഫറെൻറ്റ് ഫോർമാറ്റ്. പല ബുക്കുകളും പല ഫോർമാറ്റിലും ഫയൽസിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ സപ്പോസ് PDF അല്ലെങ്കിൽ വേർഡ്, PDB, HTML, BBEB ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ആ ഫയൽ ടൈപ്പിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് നമുക്കത് യൂസ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. പിന്നെ ഈ ബുക്സ് ക്യാൻ യൂസ് ഐ സ്ട്രെയിൻ. നമ്മൾ കണ്ടിന്യൂസ്ലി ഇതിങ്ങനെ സ്ക്രീനിൽ വായിക്കുമ്പോൾ നമുക്ക് ഐ സ്ട്രെയിൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഒരു ഡിഫൈൻഡ് ലൈഫൊന്നും അവർക്ക് ഈ ബുക്സിന് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ടെക്നോളജി മാറും തോറും ഇതിനെല്ലാം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത.
ഇത് ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ്. ഈ ബുക്ക് റീഡേഴ്സ് ഇൻ്റർനെറ്റ് വഴി കണക്ട് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ബുക്സ് ഹാക്കേഴ്സ് ഏബിൾ ടു യൂസ് ദിയർ കമ്പ്യൂട്ടേഴ്സ്, അവരുടെ കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ട് ഈ ബുക്ക് റീഡിങ്ങിന് ബുക്സിനെയൊക്കെ ഹാക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇതിന് അങ്ങനെ ഫ്രീ ആയിട്ടുള്ള ബുക്സ് കിട്ടുന്ന സൈറ്റുകൾ ഏതൊക്കെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. പ്രൊജക്റ്റ് ഗുട്ടൻബർഗ്, ഗൂഗിൾ ബുക്സ്, ഫ്രീ ടെക് ബുക്സ്, ഓറെയിലി ഓപ്പൺ ബുക്സ്, ബുക്ക് ബൂൺ പറയുന്നത്, 25 ഫ്രീ കമ്പ്യൂട്ടർ സയൻസ് ബുക്സ്, വിക്കി ബുക്സ്, അതുപോലെ ഫ്രീ ബുക്സ് ഫോർ ഡോക്ടേഴ്സ്, സിയാവില, ദേവ് ഫ്രീ ബുക്സ്, അങ്ങനെ കുറച്ച് സൈറ്റുകളെ കുറിച്ചാണ് ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഫ്രീ ബുക്സ് ബുക്ക് കിട്ടുന്ന സൈറ്റുകളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബുക്ക്, അതിൻ്റെ അഡ്വാൻറ്റേജ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഡിസഡ്വാൻറ്റേജസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് എന്താണ് ബുക്ക് എന്നുള്ള കാര്യം പറഞ്ഞു, അത് നോട്ട് ചെയ്യാം. ബുക്കിൻ്റെ പ്രത്യേകതകൾ, അഡ്വാൻറ്റേജസ്, ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജസ്, ഏതൊക്കെ സൈറ്റ് അത് അവൈലബിൾ ആവുമെന്നും കൂടി ജസ്റ്റ് ഇവിടെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളിനെ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ ഓരോ ക്ലാസ്സും ഇടുന്നത് അത് ഒരുപാട് വ്യൂവേഴ്സ് ഉള്ളതുകൊണ്ടും ഒരുപാട് പേരുടെ ആവശ്യങ്ങൾ പറയുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ മറുപടി കൊടുക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ വിലയേറിയ ലൈക്കും ഷെയറും കമൻറ്റുകളും തന്നെയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോഴും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.